വൈകുന്നേരം ആയപ്പോൾ ഞാനും സോഫിയും കൂടെ ലൈബ്രറിയിലോട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അതാ രാഹിൻ അവിടെ നിൽക്കുന്നു. ഓനോട് രണ്ട് വർത്താനവും പറഞ്ഞ് കോളേജിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കാറ്റും കൊണ്ട് പയ്യെ ഞങ്ങളങ്ങനെ പുറത്തേക്ക് നടന്നു. പുറത്താണെങ്കിൽ ഒടുക്കത്തെ വെയിലും കട്ട ചൂടുമായിരുന്നു. ഒന്നും പറയണ്ട. ഇത് ഞങ്ങളുടെ പുതിയ ലൈബ്രറി ബിൽഡിംഗ് ആണ്. അകത്തേക്ക് പ്രവേശിച്ച് കുറേ പുസ്തകങ്ങളൊക്കെ എടുക്കണം എന്നെല്ലാം വിചാരിച്ച് വേഗം അങ്ങ് കയറിപ്പോയി. സെമിനാറും അസൈൻമെൻ്റ് എല്ലാം കൊട്ടക്കണക്കിനുള്ളതുകൊണ്ട് എല്ലാത്തിനും വേണ്ട പുസ്തകങ്ങളൊക്കെ വേണമായിരുന്നു. അതൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് വേഗം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് ഹരിയും അമൃതയും കൂടി പുറത്തിങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെയും കൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടി സെൻറ്ററിലോട്ട് പോയി. കോളേജിൻ്റെ സെൻറ്ററിൽ വെച്ച് നമ്മുടെ യൂട്യൂബർ സഞ്ജു, സെക്കൻഡ് ഇയറിലെ സഞ്ജുവിൻ്റെ 300K സെലിബ്രേഷൻ നടക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് സെലിബ്രേഷനും ആർപ്പ് വിളിയും ആഘോഷമൊക്കെ ആയിരുന്നു. ഒന്നും പറയണ്ട. നിമിഷ നേരം കൊണ്ട് കേക്കും മിഠായിയൊക്കെ പറന്നു. പകുതിയിലധികവും നിലത്തിങ്ങനെ വീണ് കിടക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മിഠായി വെറുക്കൽ മത്സരമായിരുന്നു. എല്ലാവരും കൂടി അറഞ്ചം പുറഞ്ചം വാരിയെടുത്തപ്പോൾ സംഭവിച്ചായിരിക്കും ഇതെല്ലാം. ഞാനും ഉണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ. അങ്ങനെ എല്ലാവരും മിഠായിയൊക്കെ പെറുക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ബ്രോഡ്വേയിലൊക്കെ ഇറങ്ങി. പുതിയ മാർക്കറ്റ് കോംപ്ലക്സൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഏറ്റവും മുകളിൽ കയറി പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ നല്ല ഭംഗിയായിരുന്നു. വൈകുന്നേരത്തെ ഒരു ഇളം വെയിലും തിരക്കും എല്ലാം കൂടി കണ്ടിങ്ങനെ നിന്നു. ഞങ്ങൾ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ വാങ്ങി, ഓറഞ്ചും തണ്ണിമത്തനൊക്കെ വാങ്ങി. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം അങ്ങനെ അങ്ങ് കഴിച്ചു കൂട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.